ശ്രീ സന്തോഷ് ജോയ്, ഞാൻ ഈ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ, നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കളിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചില യൂട്യൂബ് ചാനലുകളിലൂടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ വിലയിരുത്തുന്ന സഫോളജിസ്റ്റ് സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആളുകളുടെ പല പ്രതികരണങ്ങളും കാണാനിട വന്നു. അതിലിപ്പോൾ പ്രശാന്ത് കിഷോറുണ്ട്, യോഗേന്ദ്ര യാദവ് ഉണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ രാജ്ദീപ് സർദേശായിയുടെ ഒരു വീഡിയോ കൂടി പുറത്തു വന്നിരിക്കുന്നു. അതിൽ രാജ്ദീപ് പറയുന്നത് 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു പ്രവചന സ്വരത്തിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ആ വീഡിയോയിൽ. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലായി, അതല്ലെങ്കിൽ ജൂൺ 4-ാം തീയതി വിധിയെഴുത്ത് നടക്കുന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നു. 2019 പ്രകടനം അതേപടി കാഴ്ചവെക്കില്ല എങ്കിൽ പോലും. 2, കോൺഗ്രസിന് 3 അക്കം, അതായത് 100 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണ്. 2019 ഒരല്പം മെച്ചപ്പെട്ട പ്രകടനം കോൺഗ്രസ് കാഴ്ചവെക്കും എന്നതിനപ്പുറത്ത് BJPയുടെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ NDAയുടെ നേതൃത്വത്തിൽ 3-ാം വട്ടവും നരേന്ദ്രമോദി രാജ്യം ഭരിക്കാനുള്ള സാധ്യതകൾ അദ്ദേഹം പ്രവചിക്കുകയാണ്. ഈ പ്രവചനങ്ങളെ താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? കാരണം പ്രശാന്ത് കിഷോറും ഇതേ സ്വഭാവത്തിൽ തന്നെയാണ് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഇതൊക്കെയാണ്. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമായിരിക്കും BJPക്ക് BJPയുടെ വിജയം എത്രത്തോളം വലുതായിരിക്കും എന്ന് നിശ്ചയിക്കാൻ പോകുന്നത് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. താങ്കൾക്ക് ആ പ്രവചനങ്ങളെ താങ്കൾ സ്വീകരിക്കാൻ തയ്യാറാണോ? ഈ പ്രവചനങ്ങൾക്ക് അപ്പുറം ഒരുപക്ഷെ ഒരു കാര്യം ഞങ്ങൾ യാത്രകളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, കോൺഗ്രസ് ക്യാമ്പയിൻ സമയത്ത്, പ്രചരണ സമയത്ത് ഒരു ലീഡർ എന്ന് നമ്മൾ കാണുമെങ്കിലും കോൺഗ്രസ്സിന് 3 അക്കം എന്ന് പറഞ്ഞാൽ 100ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ BJPയെക്കാട്ടി NDAയെക്കാട്ടി കൂടുതൽ സീറ്റുകൾ കിട്ടിയാലും ഇന്ത്യ മുന്നണിയുടെ ഭാവി, കോൺഗ്രസിൻ്റെ സീറ്റുകൾ കൂടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഒരു വലിയ പ്രശ്നത്തിലായിരിക്കും. കാരണം BJPയുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്ട്രാറ്റജി, മാനേജ്മെൻറ്റ് കഴിവും സ്വഭാവവുമുള്ള ഒരു മുന്നണി, അത് NDA അല്ല, BJPയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. BJP നയിക്കുന്ന ഒരു മുന്നണിക്ക് എഗെയിൻസ്റ്റ് പോരാടുമ്പോൾ കോൺഗ്രസ്സിന് 100ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഫ്യൂച്ചർ തന്നെ തകരാറാണ്. ആ കാര്യത്തിന് സംശയമില്ല. പക്ഷേ അതോടുകൂടി തന്നെ BJPയുടെ സീറ്റുകൾ കുറഞ്ഞ് ഒരു നല്ലോണം BJPയുടെ സീറ്റുകൾ കുറഞ്ഞിട്ട് പുതിയ അലയൻസിനെ തേടി BJPക്ക് ഇറങ്ങേണ്ടി വന്നാൽ BJPയുടെ ലീഡർഷിപ്പ്, ഈ നരേന്ദ്രമോദി അമിത്ഷാ നയിക്കുന്ന ആ ലീഡർഷിപ്പിന് എഗെയിൻസ്റ്റ് വോയിസസ് BJPയിൽ നിന്ന് മുഴക്കാനുള്ള സാധ്യതകളുണ്ടെന്നാണ്, അതുമാണ് പലരും പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ BJPയുടെ കൺട്രോൾ ഇപ്പോൾ നയിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി, അമിത്ഷാ, അവരുടെ കൺട്രോൾ നിലനിൽക്കണമെങ്കിൽ ഒരു അൺക്വസ്റ്റ്യനബിൾ മെജോറിറ്റി പുതിയ അലയൻസിനെ തേടി ഇറങ്ങാതെ നിലവിലുള്ള അലയൻസിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യുന്ന ഒരു സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റമില്ലാതെ 3ാമത്തെ റജീവ് NDA ഗവൺമെന്റ് നരേന്ദ്രമോദി, അതായത് താങ്കൾ പറയുന്നത് 272 എന്ന കേവല ഭൂരിപക്ഷം, ആ മാർക്ക് BJPക്ക് സ്വന്തം നിലയ്ക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ BJPക്ക് അകത്ത് നിന്ന് തന്നെ അമിത്ഷാ, മോഡി കൂട്ടുകെട്ടിന് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ശബ്ദങ്ങൾ ഉയരും. അങ്ങനെയാണെങ്കിൽ BJPക്ക് പുതിയ കൂട്ടുകാരെ കണ്ടെത്തേണ്ടി വരും എന്നാണല്ലോ, അല്ലെങ്കിൽ അൺക്വസ്റ്റ്യനബിൾ ലീഡേഴ്സായിട്ട് ഇവരെ പരിഗണിക്കപ്പെടില്ല എന്നാണല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് 272 എന്നത് BJPക്ക് ഇത്തവണ 2019 പോലെയല്ല, ഇത്തവണ അതൊരു വെല്ലുവിളിയാണ് എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് ഞങ്ങൾ യാത്രയിൽ ഒരു കാര്യം മനസ്സിലാക്കിയത്, ജനങ്ങളുടെ അഗെയിൻസ്റ്റ് അതൃപ്തി ഉണ്ട്, ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ അത് വോട്ടായിട്ട് കൺവേർട്ട് ആവാനുള്ള സാധ്യതകൾ എത്ര ആയിരിക്കും അത് നമുക്ക് ഇലക്ഷൻ കൗണ്ടിങ് മാത്രം കഴിഞ്ഞേ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ 2019 2014 കൂട്ട് ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസ് ഫീൽഡിലില്ല. 2014 നമ്മൾ കണ്ടത് അന്നാ മൂവ്മെൻറ്റ് കഴിഞ്ഞ് അന്നാ മൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടിൽ വരുന്ന ഒരു NT-UPA
NT മൻമോഹൻ സിംഗ് ഒരു വികാരം ജനങ്ങളുടെ അഗേൻസ്റ്റ് ഉണ്ടായിരുന്നു. ആ വികാരത്തിനെ നരേന്ദ്രമോദി സംഘം ഒരുപക്ഷെ ക്യാപിറ്റലൈസ് ചെയ്യാൻ സക്സസ്ഫുള്ളി ക്യാപിറ്റലൈസ് ചെയ്ത് ആണ് ഗവൺമെൻറ്റിൽ വന്നത്. 2019 നമ്മൾ കണ്ടത് ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു. 2019 ഈ പറയുന്ന കാര്യങ്ങളല്ല, റഫാൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്തായിരുന്നു ബാലാക്കോട്ടും പാകിസ്ഥാൻ്റെ അഗേൻസ്റ്റുള്ള ആ പോരാട്ടം നടന്നത്. അപ്പോൾ ഒരുപക്ഷെ ജനങ്ങൾ ആ ഒരു വികാരത്തിൽ ഒരു അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസസിൽ നരേന്ദ്രമോദി ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡർ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള നമ്മൾ ആ ഒരു സാഹചര്യം കണ്ടു. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യവും 2024 ഇലക്ഷനിൽ അതാണ് എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. അതാണ്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ 6ാം ഘട്ടം കഴിഞ്ഞു നിൽക്കുമ്പോൾ രാജ്യത്ത് BJPക്ക് അനുകൂലമായോ അതല്ലെങ്കിൽ BJPക്ക് പ്രതികൂലമായോ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ടോ? ഒരു അലയൻസിന് അഗെയിൻസ്റ്റ് പ്രതികൂലമോ അനുകൂലമായുള്ള ട്രെൻഡ് ഇല്ല. റീജിയണൽ ഫാക്ടേഴ്സ് നമ്മൾ കാണാം. ഡൽഹിയിൽ കാണാമെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചുറ്റും ഉള്ള ഒരു വികാരം ജനങ്ങൾക്കുണ്ട്. അതേസമയത്ത് ഉത്തർപ്രദേശിൽ പോയാൽ ഉത്തർപ്രദേശിൻ്റെ 10 വർഷത്തിലെ ആ സ്റ്റേബിൾ ഗവൺമെൻറ്റിൻ്റെ അറൗണ്ട് ഒരു വികാരമുണ്ട്. അപ്പോൾ റീജിയണൽ പോക്കറ്റ്സിൽ പല വികാരങ്ങളാണ്. നാഷൻ വൈസ് ഒരു യൂണിഫോം വികാരമോ ഒരു അങ്ങനെ ഒരു തരംഗമോ കാണാൻ നമുക്ക് സാധ്യതയില്ല. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.